നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നമുക്കറിയാവുന്നതുപോലെ പലപ്പോഴും CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നിരവധി തവണ നമ്മോട് വിളിക്കുകയും അവരുടെ ആശങ്ക പങ്കുവെക്കുകയും ഒക്കെ ചെയ്തതാണ്. ലിസ്റ്റിന്റെ കാലാവധി അടുത്ത മാസം 14-ന് അവസാനിക്കാനിരിക്കെയാണ് അവർ കൂടുതൽ ആശങ്കകൾ പറയുന്നത്. ലിസ്റ്റ് പുറത്തു വന്ന് 11 മാസം പിന്നിട്ടിട്ടും 4000 പേർ ജോലി ലഭിക്കാതെ പുറത്തു നിൽക്കുകയാണ്. 2024 ഏപ്രിൽ 15-ന് പുറത്തു വന്ന ലിസ്റ്റ് പ്രകാരം 6647 പേരാണ് ഉള്ളത്. ഇതിൽ 30% പേർക്ക് മാത്രമാണ് ഇതുവരെ ജോലി ലഭിച്ചത്. ആദ്യം ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. 6600 പേരോളം ഉൾപ്പെടുന്ന ലിസ്റ്റിനകത്ത് വെറും 30% നിയമനം മാത്രമേ നടത്തിയിട്ടുള്ളൂ. 30% എന്ന് പറയുന്നത് 6000 വെച്ച് നോക്കുമ്പോൾ ഒരു കണക്കല്ല. വളരെ ഉയർന്ന കട്ട് ഓഫിൽ വന്ന ഒരു റാങ്ക് ലിസ്റ്റാണ് ഞങ്ങളുടേത്. ഞങ്ങളെ ബലിയാട് ആക്കുകയാണ് സത്യം പറഞ്ഞാൽ. അപ്പം ഞങ്ങൾക്ക് ഈ ലിസ്റ്റ് വന്നിട്ട് തന്നെ 3 വർഷത്തോളം നഷ്ടപ്പെട്ടു. അടുത്ത ലിസ്റ്റിലും ഉൾപ്പെട്ടവർക്കും നഷ്ടപ്പെടും. ഓരോ വർഷം ലിസ്റ്റ് മാത്രം നിലവിൽ വരുന്നു, നിയമനങ്ങൾ നടക്കുന്നില്ല. ദിലീപ്, വലിയൊരു വിഭാഗം ആളുകൾ പുറത്തു നിൽക്കുകയാണ്. 4000-ലധികം പേർ ജോലി ലഭിക്കാതെ ഇപ്പോഴും പുറത്താണ്. ഇതിൽ എത്ര പേർക്ക് നിയമനം ലഭിക്കുമെന്ന് അറിയില്ല. ഏതായാലും അവരുടെ ആശങ്ക കൂടുകയാണ്. കാരണം അടുത്ത മാസം ഈ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണല്ലോ. തങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാണെന്ന് പറയുന്ന സർക്കാരിൻ്റെ മുന്നിലേക്കാണ് ഇത്രയധികം ആളുകൾ, ഏകദേശം 4000-ഓളം ഉദ്യോഗാർത്ഥികളുടെ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത്. അതൊന്ന് ഒപ്പുവെച്ചാൽ ഓരോ ജീവിതങ്ങൾ ശരിയാകുന്നതാണ്. ഇപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളെല്ലാം കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന അവസ്ഥയാണ്. ഇന്നലെ നമ്മൾക്ക് മുന്നിൽ വന്ന ഈ 2 ഉദ്യോഗാർത്ഥികൾ കരയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി. ഇത്രയും പഠിച്ചു, പരീക്ഷ അടക്കം എഴുതുകയും ചെയ്തു. ഇത് ലിസ്റ്റിലടക്കം വന്നിട്ട് ജോലി ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇനി അടുത്ത മാസം 14-ാം തീയതി ഇതിൻ്റെ കാലാവധി അവസാനിക്കുകയും ചെയ്യും. ഇതിനു മുന്നേ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. സംസ്ഥാനത്തെ DGP, സംസ്ഥാനത്തെ പോലീസ് മേധാവിമാരടുത്ത് തേടിയ റിപ്പോർട്ടിൽ നിന്ന് അവർ നൽകിയ ലിസ്റ്റിലും ഏകദേശം 5649 തസ്തികകൾ വേണമെന്ന് ജില്ലാ പോലീസ് മേധാവിമാർ സംസ്ഥാന DGPക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഈ അവസരത്തിൽ പോലും ഇവരെ നിയമനം നടത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഇത്രയിലധികം പേർക്ക് ജോലി ലഭിക്കാത്ത ഒരു സാഹചര്യം വരികയും ചെയ്യുന്നു. ഇതിൽ 30% പേർക്ക് മാത്രമാണ് ഈ 2024 ഏപ്രിൽ 15-ന് പുറത്തു വന്ന ലിസ്റ്റിൽ വെറും 30% പേർക്ക് മാത്രമാണ് ജോലി ലഭിക്കുകയും ചെയ്തത്. ബാക്കിയുള്ളവരെല്ലാവരും തന്നെ അവർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ അടക്കം ഇപ്പോൾ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന അവസ്ഥ. അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ ജീവിതം ഒന്ന് പച്ചപിടിപ്പിക്കണം. ഇനി ആകെയുള്ളത് 30 ദിവസം പോലും ഇല്ല. അതിനിടയിൽ എന്തെങ്കിലും ഒന്ന് ശരിയാക്കി തരാം, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചെത്തിയ ആളുകളാണ് ഇവരൊക്കെ. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർക്കാരിൻ്റെ മുന്നിലെത്തുന്ന ഫയലുകൾ ഓരോ ജീവിതങ്ങളാണെന്ന് വീണ്ടും ഓർമ്മിക്കണമെന്നും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും ഉദ്യോഗാർത്ഥികളുടെ ഈ ഒരു അവസ്ഥ, അവരുടെ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയേറെ ഉദ്യോഗാർത്ഥികൾ മറ്റ് ജോലികൾ ചെയ്താണ് ഇപ്പോഴും ജീവിക്കുന്നത്. വിനീത, ശരിയാണ്. അടിയന്തര പ്രാധാന്യം വേണ്ടുന്ന വിഷയം തന്നെയാണ് ദിലീപ് ദേവസ്യ ചൂണ്ടിക്കാണിച്ചത്. CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ ആശങ്കയ്ക്ക് ഇതുവരെ അറുതി വന്നിട്ടില്ല എന്നതാണ്. അടുത്ത മാസം അതിന്റെ ലിസ്റ്റിന്റെ കാലാവധി തീരാനിരിക്കെയാണ് കൂടുതൽ ഉദ്യോഗാർത്ഥികൾ റിപ്പോർട്ടർ TV-യുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ വിഷയം സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധയിലേക്ക് വീണ്ടും കൊണ്ടുവരികയാണ്.